ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രുതി നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയാം അതെ ഞാൻ തന്നെയാ, എനിക്കറിയായിരുന്നു നീ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നെന്ന്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അല്ല നിങ്ങളാണോ അവിടെ അങ്ങനെ എഴുതി വെച്ചിരുന്നത്? ശ്യാം അതെ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ ശ്യാം പറയാം, ശ്രുതി എനിക്ക് മുഖം തരാതുള്ള നിന്റെ നടപ്പ് ഇനി പറ്റില്ല, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ, നീ കുറച്ചു നേരം ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പോൾ ശ്രുതി പറയാം, എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട. ശ്യാമാണെങ്കിൽ ദേഷ്യത്തിൽ പറയുകയാണ്, ദേ ശ്രുതി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. എന്താ ശ്രുതി നീ എന്നെ മനസ്സിലാക്കാത്തത്? എനിക്ക് എന്ത് ഇഷ്ടമാണോ നിന്നെ, നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്ത. നിന്നെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയ മുഖമാണ് നിൻ്റെത്. എനിക്ക് അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്ക് എന്താ പ്രശ്നം? ശ്രുതി എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ ശ്യാം പറയുകയാണ്, ശ്രുതി നിനക്ക് വേണ്ടിയാ നിന്റെ വീട്ടിൽ ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് താമസിച്ചത്, എല്ലാം നിനക്ക് വേണ്ടിയാ. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ കല്യാണം കഴിച്ചതാണോ? അഞ്ജലിയാണോ നമുക്കിടയിലെ പ്രശ്നം? ഈ സമയമാണെങ്കിൽ ശ്രുതിയെ കാണാനായിട്ട് അശ്വനാണെങ്കിൽ മുകളിൽ ടെറസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാം പറയുകയാണ്, ഞാൻ നിന്നെ പാലക്കാട് ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് ഓർമ്മയില്ലേ? നിനക്കായിട്ട് അലഞ്ഞു നടന്നത് ഓർമ്മയില്ലേ? എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നെ കണ്ടത് മുതൽ നീ എൻ്റേതാണ്, നിന്നെ എനിക്ക് തന്നെ വേണം, എനിക്ക് വേണം ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കയറി പിടിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ശ്യാമിനെ ഇങ്ങനെ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്യാമിനോട് വലിയ രീതിയിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ശ്യാമാണെങ്കിൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കൂ ശ്രുതി എന്നിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയം അഞ്ജലി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ഇത് കണ്ടിട്ട് അശ്വൻ വന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മുറിവൊക്കെ അഴിച്ചു മാറ്റുമോ? ഇത് കേട്ട് അഞ്ജലി പറയുകയാണ്, അത് പിന്നെ ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ എത്ര നേരം എന്ന് പറഞ്ഞാൽ മുറിയിലിരിക്കുന്നത്, അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വെച്ച് കെട്ടി നിൽക്കുന്നത് ശരിയല്ലല്ലോ, ഈ മുറിവെങ്ങാണ് ഇൻഫെക്ഷൻ ആയല്ലോ. ചേച്ചി എന്താ എല്ലാം നിസ്സാരമായിട്ടാണ് കാണുന്നത്? എന്നിട്ട് അഞ്ജലിയെ പിടിച്ച് കസേരയിൽ എത്തിയിട്ട് ഡ്രസ്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് അശ്വിനകത്തേക്ക് പോകുന്നു. ഈ സമയം ശ്യാമാണെങ്കിൽ ശ്രുതിയോട് പറയാം, ശ്രുതി നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? നിനക്കെന്താ പ്രശ്നം? അഞ്ജലിയാണോ പ്രശ്നം? അത് ഞാൻ പറഞ്ഞില്ലേ, നീ പ്രശ്നമേ ആക്കണ്ട, അത് ഞാൻ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരാം. ഈ അഞ്ജലിയുടെ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞേനെ, വീട്ടുകാർ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതല്ലായിരുന്നോ? ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ ശ്യാമിനോട് പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ? വിവാഹബന്ധത്തെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായണ്ട അഞ്ജലി മാഡം എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നത്. അഞ്ജലി മാഡത്തിന്റെ ദൗർഭാഗ്യം കൊണ്ടാ നിങ്ങളെ പോലെ തന്നെ ഭർത്താവായി കിട്ടിയത്. അഞ്ജലി മാഡം എന്തുമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എന്നിട്ട് നിങ്ങൾ അവരെ ഒഴിവാക്കാൻ നോക്കുന്നല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഇത്രയും നാണം കെട്ട മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഈ സമയം അശ്വിനാണെങ്കിൽ അഞ്ജലിക്ക് മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാം, ഇനി ഇത് അഴിക്കാൻ പാടില്ല കേട്ടല്ലോ. അപ്പൊ അഞ്ജലി ഏയ് ഇല്ല. അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന കാണുമ്പോൾ അഞ്ജലി ചോദിക്കുക, അല്ല കുഞ്ഞാ നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? അശ്വിനാണെങ്കിൽ പറയാം, അത് പിന്നെ എൻ്റെ മനസ്സിനനുസരിച്ച് ജീവിക്കാൻ ചേച്ചി പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അഞ്ജലി ചോദിക്കുക, എന്താ കുഞ്ഞാ പറഞ്ഞത്? അപ്പോൾ അശ്വിൻ ഒന്നുമില്ല ചേച്ചി, ഞാൻ ദാ വരുന്നു, ചേച്ചി മുറിവൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ശ്യാം ശ്രുതിയോട് പറയുകയാണ്, അതെ എനിക്ക് അഞ്ജലി ഒരു ബാധ്യത തന്നെയാണ്, എനിക്കിപ്പോൾ വേണ്ടത് നിന്നെയാണ്, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുകയാണ്, സ്വന്തം ജീവൻ കൊടുത്തും ഭർത്താവിനെ സ്നേഹിക്കാൻ നോക്കുന്ന ആ സ്ത്രീയെ മറന്ന് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? അങ്ങനെയുള്ള നിങ്ങൾക്ക് സ്നേഹത്തെപ്പറ്റി പറയാൻ എന്ത് അന്തസ്സാ ഉള്ളത്? പെട്ടെന്നാണെങ്കിൽ ശ്യാം എനിക്ക് നിന്നെ വേണം ശ്രുതി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതിയെ. ഈ സമയം തന്നെ അശ്വിൻ ശ്രുതിയെ കാണാനായിട്ട് ടെറസിലേക്ക് വരുന്നു. അശ്വിൻ കാണുന്നത് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ശ്യാമിനെ. എന്നിട്ട് ശ്യാം പറയുകയാണ്, അതെ അഞ്ജലി എനിക്ക് ഒഴിവാക്കണം, അവളെ എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി ശ്രുതി, എന്ത് ജീവൻ കൊടുത്തും നിന്നെ ഞാൻ സ്വന്തമാക്കും, നിനക്ക് വേണ്ടി അഞ്ജലിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും, നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യും ശ്രുതി, നീയാണ് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞിട്ട് ശ്യാമാണെങ്കിൽ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയാണ് അശ്വിനാണെങ്കിൽ ശ്രുതിയെയും തെറ്റിദ്ധരിക്കുകയാണ്. ശ്രുതിക്കും ശ്യാമനോട് സ്നേഹമുണ്ടെന്ന് അശ്വിൻ വിചാരിക്കുന്നു. അശ്വിൻ്റെ കണ്ണുകളൊക്കെ നിറയാണ്. അശ്വിൻ ദേഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ശ്രുതി ശ്യാമിനെ തട്ടി മാറ്റിയിട്ട്, ദേ നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ ഈ പഞ്ചാര വർത്തമാനത്തിൽ ഞാൻ അങ്ങ് വീണ് പോകുന്നു. നിങ്ങൾ കല്യാണം കഴിച്ചെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളോട് അറപ്പാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമേ അല്ല. മേലിൽ ഇത്തരം സംസാരമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വരാൻ പാടില്ല. ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് വന്നാൽ ഞാൻ ഇക്കാര്യം എല്ലാവരോടും പറയും, അതോടെ നിങ്ങളുടെ പണി തീരും കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് പ്രീതി ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ശ്രുതി വരുന്നു. അപ്പോൾ പ്രീതി ചോദിക്കുക, അല്ല ശ്രുതി നീ എവിടെ പോയിരുന്നയാ?
അപ്പോൾ ശ്രുതി അത് ഒന്നുമില്ല ചേച്ചി, നിനക്കെന്താ ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എനിക്കൊന്നുമില്ല ചേച്ചി, എന്താ ചേച്ചി? അപ്പോൾ പ്രീതി പറയാ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ, ആകാശത്തിനെ കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് ഇത്രയും നാളും കാത്തിരുന്നില്ലേ, ഇനി കുറച്ച് നേരം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശ്രുതി പോകുമ്പോൾ പ്രീതി ചോദിക്കുക അല്ല നീ എവിടെ പോകുന്നു? ശ്രുതി എനിക്ക് അശ്വിൻ സാറിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പ്രീതി എന്താണെന്ന് ചോദിക്കുമ്പോഴും ശ്രുതി ഒന്നുമില്ല ചേച്ചി, ഞാൻ അശ്വിൻ സാറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഷ്യാമിനാണെങ്കിൽ അഞ്ജലിയുടെ കോൾ വരുന്നു. അപ്പോൾ ശ്യാം പറയാണ് ഓഹോ അഞ്ജലിയുടെ ഫോണിൽ നിന്ന് അഞ്ജലിയുടെ ആക്സിഡൻറ്റ് പറയാനായിട്ട് എന്നെ വിളിക്കുക. എന്നിട്ട് പെട്ടെന്ന് ശ്യാം ഫോൺ എടുത്തിട്ട് ആ അഞ്ജലി മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് അഞ്ജലി ശ്യാമേട്ടൻ ഇത് എവിടെയാ? അപ്പോൾ അഞ്ജലിയുടെ ശബ്ദം കേട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് ശ്യാം. നീ ഇത് എവിടെയാ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ അഞ്ജലി മുകളിൽ നിന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ തിരിഞ്ഞു നോക്കാനായിട്ട് പറയുമ്പോൾ ശ്യാം പെട്ടെന്ന് അഞ്ജലിയെ കാണുന്നു. ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ശ്യാം. അഞ്ജലി താഴേക്ക് വന്നിട്ട് ശ്യാമേട്ട എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ട് ശ്യാമിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്യാം നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി അത് പിന്നെ ഒരു ചെറിയ ആക്സിഡൻ്റായി, എനിക്കൊന്നും പറ്റിയില്ല, ശ്യാമേട്ടൻ വിഷമിക്കരുത്. എന്നിട്ട് പറയാം ശ്യാമേട്ടൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് എനിക്ക് ഒന്നും സംഭവിക്കാഞ്ഞത്. ആ സ്നേഹത്തിൻ്റെ വില ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ശ്യാമേട്ടൻ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നതെന്നും പറഞ്ഞാൽ അഞ്ജലി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ശ്യാം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അഞ്ജലി ചോദിക്കുക എന്താ ശ്യാമേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ശ്യാം പറയുകയാണ് അത് പിന്നെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഞ്ജലി പറയാ ശ്യാമേട്ടൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ശ്യാമാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കാൻ.